ഹായ്. അപ്പോൾ എവിടെ പോയാലും രേണുസുതിയാണ് മെയിൻ കാര്യം ഇരിപ്പുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. രേണുസുതി എങ്ങനെ മൂക്ക് കുത്തി താഴെ കിടക്കണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നറിയാമോ, രേണുസുതിക്ക് എല്ലാ പണിയും പഠിച്ച് വച്ചിട്ടുണ്ട്. 8ൻ്റെ പണിയും പഠിച്ച് വച്ചിട്ടാണ് രേണുസുതി കളത്തിലിറങ്ങിയത്. പുള്ളിക്കറിയാം എന്തൊക്കെ ചെയ്യണേ, എവിടെ തട്ടിയാൽ എവിടെ വീഴും, ഇവിടെ തട്ടിയാൽ അവിടെ വീഴുവോ, അവിടെ തട്ടിയാൽ ഇവിടെ വീഴുവോ. നമ്മളിപ്പം പറയുന്നില്ല രേണുസുതിനെ 1000 വട്ടമല്ല, എത്ര വട്ടം വിളിച്ചാലും രേണുസുതി ഇപ്പം മുകളിൽ നിൽക്കണം, താഴെ ഇറങ്ങണില്ല. രേണുസുതി ഇറങ്ങുന്നു പറഞ്ഞാൽ ഇറങ്ങൂല. എന്നാൽ അതിനുള്ള കാരണം ആര്? നമ്മൾ തന്നെയാണ്. നമ്മളാണ് പുള്ളിക്കാരിയെ ഇപ്പം ഇങ്ങനെ ഇരുന്ന ആളെ ഇങ്ങനെ ആക്കി, ഇങ്ങനെ ഇരുന്ന ആളെ ഇപ്പം ഇങ്ങനെ ആക്കി, ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മുകളിൽ താഴെ വരാതെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഈ ആൾക്കാർ കുറച്ച് രേണുസുതി എന്ത് കാണിച്ചാലും കണ്ണടച്ചാൽ മതി. അവൾ തുണി ഇല്ലാണ്ട് നടക്കുമോ, തുണി ഇട്ട് നടക്കുമോ, ഇല്ല എന്ത് 10 കെട്ടുമോ, 1 കെട്ടുമോ, 2 കെട്ടുമോ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ കുറച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ രേണുസുതി എങ്ങനെ മൂക്ക് കുത്തി താഴെ വീഴാൻ കാണും. യാർ പൊക്കിക്കൊണ്ട് പോകും? നമ്മളെല്ലാവരും ചെന്നാണ് പറയാൻ നെഗറ്റീവ്. പുള്ളിക്കാർക്ക് നല്ലോണം മനസ്സിലാവും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുത്ത് 2 വീഡിയോ ഇടും. ഞാൻ ഒന്നുകൂടി അതിൽ കുറച്ചുകൂടി മുകളിൽ പോകും. പുള്ളിക്കാരിക്കറിയാം. പുള്ളിക്കാരി ചില വീഡിയോ ഒക്കെ പറഞ്ഞു കാണും, നിങ്ങളിവിടെ വീട്ടിലിരുന്ന് നിങ്ങൾ രേണുസുതിനെ നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും, ഞാൻ അങ്ങോട്ട് ബേക്കറിനും അവിടെ ദുബായും UK അങ്ങനെ ഇവിടെ ഞാൻ പോകും. നിങ്ങളിവിടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞോ, എന്നെ വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാർ മാസ്കൊക്കെ വെച്ച് എന്നെ എടുക്കാൻ വന്നു. എനിക്കറിയാം. പുള്ളിക്കാരി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ പിടിച്ചോ, അവിടെ ഒരു ബോൾ ഇട്ട് കൊടുക്കുക, നിങ്ങൾ പിടിച്ചോ, ഇവിടെ വലിയൊരു ബോൾ ഇട്ട് കൊടുക്കുക, നിങ്ങൾ പിടിച്ചോ. ഇതൊക്കെ പിടിച്ച് മറ്റു യൂട്യൂബുകാരെന്ത് ചെയ്യും? കണ്ടൻ്റ് ആക്കാൻ വേണ്ടി, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ഇടും. പക്ഷേ ഈ ചെറിയ റീച്ചല്ല, അത് വലിയ റീച്ചായി പോകുന്നു. അത് ആൾക്കാർക്ക് മനസ്സിൽ കുറച്ച് മിണ്ടാതെ നിൽച്ചാൽ മതി. നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്ക് വേറെ കണ്ടൻറ് ഇടാം. രേണുസുതിയുടെ കണ്ടൻറ് ഇടണ്ട, മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ പോണ ആൾ എങ്ങനെ തലകുത്തി താഴെ വരണമെന്നറിയാം. ഇപ്പം പുള്ളി വരുന്നതെന്ന് പറയാം, പിന്നെ 3 ചെറുക്കന്മാരുടെ കൂടെ നടക്കണം, 3 കൂട്ടുകാരൻ നടക്കണം. പിന്നെ മറ്റേ 3 പേരുണ്ടായിരുന്നില്ലേ, കെട്ടിപ്പിടുത്തു കൂടെ നടന്നിട്ട് ഒരു പയ്യന്മാരുണ്ടായിരുന്നില്ലേ, അതും പേര് വെച്ച് അവന്മാരും കുറച്ച് ഇതായി, ഇവളും കുറച്ച് കൂടുതലായി. ഇപ്പം ഡ്രസ്സില്ലാണ്ട് നടക്കണം ആൾക്കാരുടെ പരാതിയാണ്. ഇത് മെമ്പർഷിപ്പ് ലൈവൊക്കെ തുടങ്ങുന്നു. ആൾക്കാരുടെ കാശൊക്കെ മേടിച്ചിട്ട് ലൈവ് ഏതാണ്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അത് പോയി മെമ്പർഷിപ്പ് എടുത്ത് അത് ആൾക്കാർ പോയി വീഡിയോ കണ്ടിട്ട് അത് ചോർത്തി പബ്ലിക്കാക്കി മറ്റേ ആൾക്കാരൊക്കെ കാണുവാണ് ചോർത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്ത് ഞാൻ നിങ്ങൾ എന്താ കാണിച്ച് തരാൻ നോക്കെ. ഇപ്പം പോകണ്ട് എന്ന് പറഞ്ഞ് ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞ് നിന്നെ സ്ഥലത്ത് നിന്നിട്ട് ഒരു തുള്ളി ഇഞ്ചി പുള്ളി നീങ്ങിയിട്ടില്ല. എന്താണ് ഇവിടെ ഇപ്പോൾ എന്താ കൊടുത്തിട്ട് എന്താ കാര്യം? ഇതിനെ ആൾക്കാർ കൊന്നിട്ടാ പോയേ. അല്ലാണ്ട് ഇപ്പോൾ കാണിച്ചാൽ നിങ്ങളിതൊക്കെ അറിഞ്ഞുകൊണ്ടിട്ടല്ലേ മെമ്പർഷിപ്പ് തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും കാണും, ഇഷ്ടമില്ലാത്തവരും കാണും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൂടുതൽ ഉള്ളൂ. അവർ വന്ന് കാണും, നിങ്ങൾക്കറിയാം. അവർ ചുമ്മാ ഒന്നുമല്ല, നിങ്ങൾ വെറുതെ ഒന്നുമല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളുടെ തുക എന്താണോ അത് ഇട്ടിട്ടാണ് നിങ്ങളുടെ മെമ്പർഷിപ്പ് ലൈവിലേക്ക് വന്ന് കാണുന്നത്. ആ മെമ്പർഷിപ്പ് ലൈവിൽ എങ്ങനെ കാണേണ്ട നിങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ അവകാശമില്ല എന്നുമ്പോൾ അവർ കാശ് എണ്ണി കൊടുത്തിട്ടാണ് നിങ്ങളുടെ ലൈവ് വന്ന് കാണുന്നത്. അവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം. ചുമ്മാ ഒന്നുമല്ലല്ലോ നിങ്ങൾ ഇത് തുടങ്ങിയത്. അവർ കാശ് തന്നിട്ടല്ലേ നിങ്ങൾ തുടങ്ങിയത്. ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് മേടിക്കട്ടും, എന്ത് വേണം ചെയ്യട്ടും, അവരുടെ ചാനൽ ചെയ്യണം, ആൾക്കാർ പോയി കാണണം, ആൾക്കാർ കാശ് കൊടുക്കണം, പോയി കാണണം. അപ്പോൾ അവർ എന്തെങ്കിലും ഞാൻ എൻ്റെ വീഡിയോ ഇതിനകത്തിട്ടുക ഇത് പബ്ലിക് ആക്കേണ്ട കാര്യമുണ്ടോ? ഇത് എന്തിനെന്നെ ഇവിടുന്ന് ചോർത്തിയ ഞാനിപ്പോൾ കേസ് കൂട്ടുകൊടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി അറിയാം, പിടിച്ച് നിൽക്കാനറിയാം, വേറെ ഒന്നുമല്ല. പുള്ളിക്കാരിക്ക് പിടിച്ച് നിൽക്കാൻ 18 അടവും പുള്ളിക്കാരിക്ക് അറിയാം. അതിൽ വീഴുന്ന നമ്മൾ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ഡ്രസ്സ് ഇടുവോ, ഇങ്ങനെ പൊത്തി പിടിക്കുവോ, ഇല്ല പൊത്തി പിടിക്കാതിരിക്കുവോ, അത് അവൾക്കറിയാം. നിങ്ങൾ പറയുമെന്നറിയാം. നേരത്തെ മര്യാദയ്ക്ക് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം പറയും കുട്ടി ഉടുപ്പായി, കുഴപ്പമില്ല, വൃത്തികേടില്ല, അത് കുട്ടി ഉടുപ്പായിരുന്നു. പിന്നെ കഴുത്ത് ഇറക്കി കഴുത്ത് താഴത്തേക്ക് വരെ വന്നു. അത് പുള്ളിക്കാരി ഇഷ്ടം, പുള്ളിക്കാരി ചെയ്യുന്നു. അതിപ്പോൾ ഒരു കൈ അപ്പോൾ ഇട്ടോ നിനക്ക് ഇഷ്ടം ഉണ്ടായിട്ടുള്ള ഈ കഴുത്തിറങ്ങിയ ഡ്രസ്സ് ഇടണേ. അപ്പോൾ ഈ കൈ പൊത്തി പിടിക്കേണ്ട കാര്യമില്ലല്ലോ, കാണിക്കാനല്ലല്ലോ അങ്ങനത്തെ ഡ്രസ്സ് ഇടണേ. പിന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഈ ഒരു വിരൽ കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരം മറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അത് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പോൾ നമ്മൾ പറയുന്ന ഇത് പുള്ളിക്കാരിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതെല്ലാം കറച്ച് കുടിച്ചിട്ടാണ് പുള്ളി. നിങ്ങളെല്ലാ കാര്യം രേണുസുതി അങ്ങനെ ചെയ്തു. രേണുസുതി ഇങ്ങനെ ഇപ്പോൾ തുണി ഉണ്ടായില്ല, ഇപ്പോൾ നിക്കറിട്ടു, ഇപ്പോൾ നിക്കറില്ലാണ്ട് നടക്കണം, ഇതേ അതിൽ നടക്കണം, ഇതേ ഇതിലേ നടക്കണം, ഇതേ അവൻ കൂടെ നടക്കണം, ഇതേ ഇവയും കൂടെ നടക്കണം. അവൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അവൾ അങ്ങോട്ട് പോകും. നിങ്ങൾ ആരും അവളുടെ കാര്യം മിണ്ടാതിരിക്കും. നമ്മളാണ് അവളെ പൊക്കി മുകളിൽ കൊണ്ടുവരുന്നത്. അത് നമുക്കറിയില്ലാണ്, പിന്നെ ആർക്കും അറിയണ്ടേ? അവൾക്കെല്ലാം കാര്യം അറിയണ്ടേ? നമുക്കാണ് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നിച്ചാൽ മതി. അവൾ എങ്ങനെ മൂക്ക് കുത്തി വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും, ശരിക്കും കാണാൻ പറ്റും. എങ്ങനെ എന്തോരം നാൾ നെഗറ്റീവ് ഇതിലൂടെ നടക്കും കാണാമല്ലോ നമുക്ക്.